മറ്റൊരു വാർത്ത, പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പോകണം. അത് ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയാണ്. സിമി റോസ്ബെൽ ജോണിന്റെ അഭിമുഖം കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു പൊട്ടിത്തെറിയായി മാറിയിട്ടുണ്ട്. കോൺഗ്രസ് വനിതാ നേതാവ് സിമി റോസ്ബെലിന്റെ വെളിപ്പെടുത്തലും അവരുടെ പുറത്താക്കലും ആയുധമാക്കുകയാണ് LDF. സിമിക്കെതിരെ കോൺഗ്രസ് വനിതാ നേതാക്കളായ ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ, PK ജയലക്ഷ്മി, ദീപ്തി മേരി വർഗീസ്, അലിപ്പറ്റ ജമീല, KA തുളസി, ജബി മേത്തർ MP എന്നിവർ AICCക്കും KPCCക്കും പരാതി നൽകിയിട്ടുണ്ട്. ഏതായാലും സിമി റോസ്ബെൽ ജോൺ പുറത്തായി പാർട്ടിയിൽ നിന്ന് ശക്തമായ നടപടി KPCCയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന സാഹചര്യമുണ്ട്. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കും. നവമി, സിമിയുടെ വെളിപ്പെടുത്തൽ കോൺഗ്രസിനെ പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിനെ ഒന്ന് ഉലച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ സംശയമില്ല. ചില കാര്യങ്ങൾ പറയും എന്നുള്ളത് നമുക്കറിയാം. എത്രയോ വനിതാ നേതാക്കൾ കോൺഗ്രസിന്റെ കഴിഞ്ഞ കുറെ കാലങ്ങളായി പാർട്ടിയുമായുള്ള ബന്ധം അവസാനിച്ച് മറ്റ് പാർട്ടികളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുകയോ ചെയ്ത സാഹചര്യമുണ്ട്. അതൊക്കെ കൂടി ചേർത്ത് വെക്കുമ്പോൾ സിമി റോസ്ബെൽ ജോൺ നമ്മളോട് വളരെ പരസ്യമായി പറയാൻ തയ്യാറായ കാര്യങ്ങൾ, അത് ഏതു തരത്തിലാണ് പാർട്ടി കാണുന്നത്? ഈ പ്രതിപക്ഷ നേതാവൊക്കെ ഇന്നലെ ഇതിൽ പ്രതികരിച്ചിരുന്നു. സിമിക്കെതിരെ, സിമി ധാരാളം പദവികൾ കിട്ടിയ ആളാണ്, താനാണ് ഒരുപക്ഷെ ഇത്തരം പദവികൾ ലഭിക്കാതെ പലപ്പോഴും മാറ്റി നിർത്തപ്പെട്ട ആൾ എന്ന തരത്തിൽ വൈകാരികമായാണ് അദ്ദേഹം ഈ വിഷയത്തോട് പറഞ്ഞത്. ഇനി എന്ത് നീക്കമാണ്? സിമിയെ പുറത്താക്കി ഇനി ഇതിനെ പ്രതിരോധിക്കാൻ വനിതാ നേതാക്കൾ തന്നെ മുന്നിട്ടിറങ്ങുന്ന സാഹചര്യമാണോ? വെരി ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്, കൃഷ്ണേന്ദു. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒപ്പം KPCC പ്രസിഡന്റ് K സുധാകരനുമൊക്കെ പൂർണ്ണമായും സിമി റോസ്ബെലിനെ തള്ളിക്കൊണ്ടുള്ള പ്രതികരണമായിരുന്നു നൽകിയത്. ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലായിരുന്നു അവർ ഇത്തരത്തിൽ കോൺഗ്രസിൽ നടക്കുന്ന ചില ഒതുക്കലുകൾ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ, ഏത് വിധത്തിലാണ് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ സ്ഥാനം കിട്ടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ തുറന്നടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഇതിൽ അവസാനവട്ടം നടപടി എന്നോണം സിമി റോസ്ബെലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. ഇന്നലെ തന്നെ K സുധാകരൻ പറഞ്ഞിരുന്നു, ഈ വനിതാ അംഗങ്ങൾക്ക്, മഹിളാ കോൺഗ്രസിലെ അംഗങ്ങൾക്ക് വലിയ രീതിയിൽ പ്രതിഷേധമുണ്ട്, അല്ലെങ്കിൽ വലിയ രീതിയിലൊരു പ്രതിഷേധമുണ്ട് ഈ സിമി റോസ്ബെലിനോട്. കാരണം തങ്ങൾ അടങ്ങുന്ന ഒരു കൂട്ടം ആളുകളെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു സിമി റോസ്ബെലിൻ്റെത്. തങ്ങളുടെ സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് സിമി റോസ്ബെൽ പ്രതികരിച്ചത്. അതുകൊണ്ട് സിമി റോസ്ബെലിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KPCCക്ക് കത്തയക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു സിമി റോസ്ബെലിനെ പുറത്താക്കാനായി പാർട്ടി തീരുമാനിച്ചത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് അടക്കം ഇന്നലെ പറഞ്ഞത് സിമി റോസ്ബെലിന്റെ ആരോപണം അവർക്ക് ചില വേണ്ട രീതിയിൽ ഒക്കെ അവരെ പരിഗണിച്ചിട്ടുണ്ട്. PSC അടക്കം അവർക്ക് സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അവർ റിട്ടയർ ആയപ്പോൾ തന്നെ നല്ല വരുമാനം കിട്ടുന്നുണ്ട്, പെൻഷൻ അടക്കം കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ സ്ഥാനം കൊടുത്തില്ല എന്നുള്ളൊരു ആരോപണം ഉന്നയിക്കുന്നത് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഇന്നലെ വൈകുന്നേരം അവർ ഈ പുറത്താക്കിയതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ തനിക്ക് കൃത്യമായ കാര്യം അറിയണം, എന്തുകൊണ്ടാണ് തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതെന്ന് തനിക്ക് കൃത്യമായിട്ടുള്ള മറുപടി ലഭിക്കണം. മറ്റൊന്ന്, CPM-നെ കൂട്ടുപിടിച്ചാണ് താൻ ഇത്തരത്തിലൊരു അഭിമുഖം നടത്തിയതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെവിടെ തെളിവ് കൊണ്ടുവരാൻ കൂടി പ്രതിപക്ഷ നേതാവ് VD സതീശനോട് ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പത്മജ വേണുഗോപാൽ, ലതിക സുഭാഷ് അടക്കമുള്ളവർ പാർട്ടിയിൽ നിന്നും പുറത്തു പോയവരാണ്. അവരൊക്കെ ഈ രീതിയിൽ അവഗണന നേരിട്ടവരാണ്. അതുകൊണ്ട് തന്നെയാണ് താനും ഈ കാര്യം അവഗണന നേരിടുന്നു, പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്താകുന്ന സാഹചര്യമൊക്കെ ഈ ഒരു പവർ ഗ്രൂപ്പ് അല്ലെങ്കിൽ VD സതീശനും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് തന്നെയും ഒതുക്കിയതെന്ന് കൂടി സിമി പറയുന്ന സാഹചര്യമുണ്ടായി. മറ്റൊരു കാര്യം പറയുന്നത്, നമ്മുടെ അഭിമുഖത്തിൽ തന്നെ അവർ വ്യക്തമാക്കുന്നുണ്ട്, K സുധാകരന് ഇത് കൃത്യമായി അറിയാം, താൻ ഈ കാര്യങ്ങളെല്ലാം K സുധാകരനോട് കൃത്യമായി പറഞ്ഞിരുന്നു എന്ന്. പക്ഷേ അത് K സുധാകരൻ തള്ളുന്ന ഒരു സാഹചര്യമുണ്ടായി. തന്നോട് സിമി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, തന്നോടെന്നല്ല മറ്റാരോടും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞതായി അറിവില്ല എന്നുകൂടി സുധാകരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും പാർട്ടിയെ സംബന്ധിച്ച് സിമിയെ പുറത്താക്കിയതിന് ശേഷം ഒരു മുഖം രക്ഷിക്കൽ നടപടി എന്നോണം തന്നെയാണ് ഈ ഒരു പുറത്താക്കൽ. പക്ഷേ പ്രതിപക്ഷം ഇത് CPM അടക്കമുള്ളവർ ഇതിനെ ഒരു ആയുധമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഈ പാർട്ടിയിലും കോൺഗ്രസിലും ഇത്തരത്തിൽ പവർ ഗ്രൂപ്പുകളുണ്ട്, അല്ലെങ്കിൽ കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു വെളിപ്പെടുത്തൽ, ആ രീതിയിലായിരുന്നു സിമിയുടെ വെളിപ്പെടുത്തൽ. അത് CPM-നെ സംബന്ധിച്ച് ഒരു ആയുധമാക്കുക, ഇത് പാർട്ടിക്കുള്ളിലുള്ള അന്വേഷണമല്ല, ഇത് പുറത്ത് ഇങ്ങനെ ഒരു ആരോപണവുമായി ഒരു വനിതാ പ്രവർത്തക തന്നെ രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ ഇത് പാർട്ടിക്കുള്ളിലല്ല അന്വേഷിക്കേണ്ടത്,
മറിച്ച് കൃത്യമായിട്ടൊരു നിയമവ്യവസ്ഥയിലൂടെ തന്നെ ഇത് അന്വേഷിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് CPM ഉന്നയിക്കുന്നത്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മണ്ഡലമായ പറവൂരിലേക്ക് AIYF-ന്റെ ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. VD സതീശൻ രാജിവെക്കണം, MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു. ഇന്നും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് DYFIയുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ രീതിയിൽ ഒരു പ്രതിഷേധം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ സിമി റോസ്ബെല്ലിന്റെ ചില മറുപടികളിൽ ഹൈബി ഈഡൻ അടക്കം മറുപടി പറയേണ്ടതുണ്ട്. ഹൈബി ഈഡനെതിരെയൊക്കെ രൂക്ഷമായിട്ടുള്ളൊരു വിമർശനമായിരുന്നു സിമി കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും സിമി റോസ്ബെൽ ജോണിനെതിരെ കോൺഗ്രസിലെ വനിതാ നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം KPCC പ്രതിപക്ഷ നേതാവിന്റെ പറവൂരിലെ ഓഫീസിലേക്ക് DYFIയുടെ മാർച്ചുണ്ട്. DYFIക്ക് CPM-ന് കിട്ടിയ ഒരു ആയുധമായി കൂടി അവർ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. നവമി ദിനേശാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.